ഇതിനുവേണ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്വയം സന്നദ്ധനായിട്ടുള്ള ഡോക്ടർ, അതുപോലെ തന്നെ ഇതിനുവേണ്ടി അഹോരാത്രം പണി ചെയ്തിട്ടുള്ള, എപ്പോഴും ഡോക്ടറുടെ പിന്നാലെ പ്രവർത്തിച്ചിട്ടുള്ള PK യൂസഫ് ഹാജി, അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം അടിയന്തരമായി ഖത്തറിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം ഖത്തറിലാണുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കാതു, അതുപോലെ KP സമീർ തുടങ്ങിയവരെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗം TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ ആദരിക്കും. അദ്ദേഹത്തെ അതുപോലെ തന്നെ നമ്മുടെ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെയും കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാരുണ്ട്. നമ്മുടെ മദ്രസയെ നയിക്കുന്ന നീണ്ട 50 വർഷത്തിലേറെയായി നമ്മുടെ മദ്രസയിലെ സദർ മുഅല്ലിം, ഈ പ്രദേശത്തുകാരുടെ മുഴുവൻ ആളുകളുടെയും ഉസ്താദ് ബഹുമാനപ്പെട്ട CH അബൂബക്കർ ഉസ്താദ്, അതുപോലെ നമ്മുടെ ഖതീബ് അബ്ദുൽ അസീസ് ഫൈസി മീനങ്ങാടി, സുഹൈൽ റഹ്മാനി, മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരെ ബഹുമാനപ്പെട്ട സയ്യിദ് SPB തങ്ങളവറുകൾ അവരെ ആദരിക്കും. ബഹുമാനപ്പെട്ട SPB തങ്ങളെയും അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെയും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഫൈനാൻസിൻ്റെ കോർഡിനേറ്റർമാർ, നമുക്കൊരു അവസാന ഘട്ടത്തിൽ, ഇതിൻ്റെ മിനുക്കുപണിയുടെ ഘട്ടത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ അടങ്ങുന്ന നിർമ്മാണ കമ്മിറ്റി ആ കാര്യത്തിൽ ആശങ്കപ്പെട്ട് ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ യുവാക്കൾ, മുത്തലിബ്, അഫ്സൽ, നിസാം തുടങ്ങിയ പ്രിയപ്പെട്ട യുവാക്കൾ, നിങ്ങൾ യാതൊരു തരത്തിലുള്ള ആശങ്കക്കും നിങ്ങൾ മുതിരണ്ട, ഞങ്ങളുടെ സഹായം നിങ്ങളുടെ വെളിപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറായിട്ടുള്ള, അങ്ങനെ നമ്മളെ സഹായിച്ചിട്ടുള്ള ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാന്യനായ നമ്മുടെ K സൈനുൽ ആബിദീൻ അവർകൾ അവരെ ആദരിക്കും. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ നമ്മുടെ ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സമയങ്ങളിലും അദ്ദേഹം ഇതിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചോദിക്കുകയും മെനഞ്ഞാന്നിവിടെ പള്ളി വന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ രംഗത്തും ഇപ്പോഴും എല്ലാ ആളുകളെയും സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ K സൈനുൽ ആബിദീൻ അവരുകളെ ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വിശേഷമായ ചടങ്ങ്, 3 വർഷമായി നമ്മുടെ പള്ളി പൊളിച്ചിട്ട് നിസ്കാരം മറ്റൊരു സ്ഥലത്താണ് നടക്കുന്നത്. തൻ്റെ മകൻ്റെ വീട് പണി എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം, ആ സ്ഥലം മാറ്റിവെച്ചുകൊണ്ടാണ്, അതായത് വീട് പണി തൽക്കാലം മാറ്റിവെച്ചുകൊണ്ടാണ് നമുക്ക് താൽക്കാലികമായി ഒരു ഷെഡ് പണിതുകൊണ്ട് നമ്മുടെ നിസ്കരിക്കാനുള്ളൊരു അവസരം, ഒരു സൗകര്യം ബഹുമാനപ്പെട്ട തയ്യുള്ളതിൽ മൊയ്തു സാഹിബ് നമുക്ക് അനുവദിച്ചു തന്നത്. നീണ്ട 3 വർഷക്കാലം നമ്മുടെ പകരം നിസ്കാരം മൊയ്തു അനുവദിച്ച സ്ഥലത്ത് വെച്ചാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും വലിയ വിശാല മനസ്കതയാണ് മൊയ്തുവും കുടുംബവും കാണിച്ചിട്ടുള്ളത്. കാരണം വീട് പണിക്ക് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് നിരപ്പാക്കിയ സ്ഥലം നമ്മുടെ പള്ളി പൊളിക്കുന്നതോടുകൂടി നിസ്കാരമില്ലാതായി പോകരുത് എന്നുള്ള ചിന്തയിൽ വീട് പണി തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വരുന്ന നഷ്ടങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം കണക്കിലെടുക്കാതെ ഒരു വലിയ ഒരു വിശാല മനസ്കത ബഹുമാന്യനായ മൊയ്തു കാണിച്ചിട്ടുണ്ട്. ആ മൊയ്തു സാഹിബിനെ ബഹുമാന്യനായ പെരിങ്ങത്തൂർ സംയുക്തമായ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് NA അബൂബക്കർ മാസ്റ്റർ ആദരിക്കും. ബഹുമാനപ്പെട്ട NA അബൂബക്കർ മാസ്റ്ററെയും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തുവിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സുവനീർ ഇന്ന് പ്രകാശനം ചെയ്യേണ്ടതായിരുന്നു. സാങ്കേതികമായ കാരണങ്ങളാൽ ആ പ്രകാശനം നാളേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം കേവലം 10 ദിവസം മാത്രമേ നമ്മൾ ഈ പരിപാടികൾക്കുള്ള ഒരു സമയം നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. 10 ദിവസം കൊണ്ട് ബൃഹത്തായ ഏതാണ്ട് 100 പേജോളമുള്ള ഒരു സ്വവനീർ പ്രകാശിപ്പിക്കുക എന്ന് പറയുമ്പം അത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതിനുവേണ്ടി പ്രിയപ്പെട്ട നൗഷാദും അതുപോലെ തന്നെ കബീറും 3-4 ദിവസമായി ഉറക്കമൊഴിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നമുക്കത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ ചടങ്ങിൽ അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. ബഹുമാന്യനായ കൊട്ടങ്കണ്ടി അബ്ദുള്ള ഹാജി അവറുകളാണ് പ്രകാശന കർമ്മം നിർവഹിക്കുക. നേരത്തെ അദ്ദേഹം ഇവിടെ വന്ന് പോയതാണ്. എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട കൊട്ടങ്കണ്ടിയെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സാങ്കേതികമായി ഒരുപാട് ആളുകൾ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എൻജിനീയറിംഗ് വിഭാഗം, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, ഇൻറ്റീരിയൽ വിഭാഗം, ഇലക്ട്രിക്കൽ വിഭാഗം,
അതുപോലെ തന്നെ ഫ്ലോറിംഗ്, ഇൻഡസ്ട്രിയൽ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഭാഗങ്ങളിൽ അതിൻ്റെ മേധാവികൾ നമ്മെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ ബഹുമാന്യനായ അവരെയെല്ലാം നമ്മുടെ സംയുക്ത മഹലിൻ്റെ ജനറൽ സെക്രട്ടറി ഷുഹൈബ് തങ്ങളും അതുപോലെ തന്നെ അഷ്റഫ് കല്ലുങ്കലും റസാഖ് ദാറുൽ ഫത്താവും MRA അയ്യൂബും PK അബ്ദുൽ ഗഫൂറും KP അബ്ദുള്ള ഹാജിയും. KP അബ്ദുൽ ഹാജി നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷററാണ്. ഇവർ ഈ പറയപ്പെട്ട ആളുകളെ ഒക്കെ ആദരിക്കും. ഈ പറയപ്പെട്ട ആളുകളെയൊക്കെ ആദരപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് ഒരു സ്വീറ്റ് കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ആ സ്വീറ്റ് കിറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശിഹാബ് റിലീഫ് സെൽ ഒമാൻ കമ്മിറ്റിയാണ്. ആ ഒമാൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട EK അൽത്താഫ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഈ കിറ്റ് നൽകിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 5 ദിവസങ്ങളിലായി നമ്മുടെ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ പള്ളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ ആളുകളും വളരെ നല്ല ആവേശത്തിൽ പള്ളി കാണുകയും അവരവരാൽ കഴിയുന്ന സംഭാവനകൾ ആ സന്ദർഭത്തിൽ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ആ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രാർത്ഥന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഈ വന്നവർക്കെല്ലാം മധുരപലഹാരം വിതരണം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ശിഹാബ് റിലീഫ് സെൽ ദുബായ് കമ്മിറ്റിയാണത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട റസാഖിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശിഹാബ് റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തകന്മാരാണ് ഈ 5 ദിവസവും ഇവിടെ വന്നവരെ നല്ല ആതിഥേയ മര്യാദയോടുകൂടി സ്വീകരിക്കുകയും അവർക്ക് ചായയും പലഹാരവും നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ശിഹാബ് റിലീഫ് സെൽ തന്നെയാണ് നമ്മുടെ ഈ പള്ളിയുടെ പരിസരവും മറ്റുമൊക്കെ ദീപാലങ്കൃതമാക്കുകയും അതുപോലെ തന്നെ സ്വാഗത കമാനമൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ശിഹാബ് റിലീഫ് സെല്ല് ബാംഗ്ലൂരിലുള്ളതും അതുപോലെ തന്നെ ദുബായിലുള്ളതും ഒമാനിലുള്ളതും ഒക്കെ ഈ പ്രദേശത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്കും അവരുടെ പ്രവർത്തകന്മാർക്കും നല്ല ദ്വാ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ദ്വാ നടത്തണമെന്ന് ബഹുമാന്യനായ പണ്ഡിതന്മാരോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ളുഹർ ബാങ്ക് കൊണ്ടാണ് നമ്മുടെ പള്ളി ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ മലബാറിൽ അറിയപ്പെടുന്ന ബാങ്ക് വിളിക്കുന്ന ബഹുമാന്യനായ യാസീൻ തളിപ്പറമ്പ് അവറുകളാണ് ഇവിടെ ബാങ്ക് ഉയർത്തിയിട്ടുള്ളത്. ഇന്നത്തെ ബാങ്കും തുടർന്ന് അങ്ങോട്ട് നാളെ ജുമഅ വരെ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വല്ലവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടി ലൈവ് പ്രോഗ്രാം നടത്തുന്ന ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ബഹുമാന്യനായ കുറുവാളി മമ്മുഹാജി അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറിയും മഹല്ല് ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ TK ഹനീഫ അവറുകളെ അധ്യക്ഷന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ബഹുമാനപ്പെട്ട ഈ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കുറുവാളി മമ്മുഹാജി സാഹിബ്, സംസ്കരിച്ച് പള്ളി ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, PP ഉമർ മുസ്ലിയാർ അടങ്ങുന്ന പണ്ഡിത ശ്രേഷ്ഠക്കളെ, ഉമറാക്കളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഈ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഷെയ്ഖ് അലിൽ കൂഫി തങ്ങൾ അവറുകളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഇസ്ലാമിക പ്രഭയുടെ വെളിച്ചത്തിൽ ഇന്നും ആത്മീയ കിരണം അണയാതെ തിളങ്ങുന്ന
സൗത്ത് അണിയാർത്ത് മോമിനിൻ്റെ മനസ്സിൽ ഏറെ സന്തോഷം വിതറി നമ്മുടെ മസ്ജിദുൽ അലിയ ആലിയയുടെ ഉദ്ഘാടനം സംസ്ഥയുടെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവർ നിർവഹിച്ചിരിക്കുകയാണ്. 1940 നമ്മുടെ കൊച്ചു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പ്രമുഖ പണ്ഡിതനും സമസ്തയുടെ ശില്പിയുമായ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവറുകളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കോറത്തുങ്കണ്ടി അഹമ്മദ് എന്നവരുടെ കാർമ്മികത്വത്തിലാണ് ആദ്യത്തെ പള്ളിക്ക് തുടക്കം കുറിക്കുന്നത്. കേവലം ഒരു നിസ്കാര പള്ളിയുടെ സൗകര്യത്തിൽ നിർമ്മിച്ച പള്ളിക്ക് നാളുകൾ കഴിഞ്ഞപ്പോൾ അസൗകര്യങ്ങൾ കൂടി വന്ന് ഇത് പരിഹരിക്കുന്നതിനായി 2 തവണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു. വിട പറഞ്ഞു പോയ നീലയിൽ അബൂബക്കർ ഹാജിയും നമ്മുടെ പ്രദേശത്തെ മതസാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്ന CH ഖാദർ ഹാജിക്കയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത്. 80 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗകര്യം ഇപ്പോൾ പരിമിതമായതിനെ തുടർന്നാണ് പള്ളി പുതുക്കി പണിയുന്നതിന് വേണ്ടി കമ്മിറ്റി മുന്നിട്ടിറങ്ങിയത്. 2017 ജൂൺ 21 പ്രസിഡന്റ് കുറുവാളി മുഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി യോഗമാണ് പുനർനിർമ്മാണത്തിന് വേണ്ടി തീരുമാനമെടുത്തത്. നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ C അബൂബക്കർ, PK യൂസുഫ് ഹാജി, KP കാദു, KP സമീർ എന്നിവരുടെ ചടുലമായ പ്രവർത്തനത്തിലൂടെ 3 വർഷത്തിനുള്ളിലായി ഏറ്റവും മനോഹരമായ ഒരു പള്ളി അള്ളാഹുവിന് സമർപ്പിക്കാനായി. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും നമ്മുടെ കേന്ദ്ര കാസിയുമായ PP ഉമർ മുസ്ലിയാർ, ഷെയ്ഖുന മാണിയൂർ ഉസ്താദ്, മുസ്തഫ ഉദവി ആക്കോട്, റഫീഖ് സക്കരിയ ഫൈസി തുടങ്ങിയ പണ്ഡിതരുടെ ഉത്ബോധനവും പ്രാർത്ഥനയും നമ്മുടെ പ്രദേശത്തെ സഹോദരീ സഹോദരന്മാരുടെ മനസ്സിൽ വല്ലാത്ത ആവേശമുണ്ടാക്കി. നമ്മുടെ മഹലിലെ മുഴുവൻ വീടുകളിലും പള്ളി പുനർനിർമ്മാണത്തിൻ്റെ സന്ദേശമെത്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഉള്ളവനും ഇല്ലാത്തവനുമെല്ലാം അകമഴിഞ്ഞ് സഹായിക്കുന്നതിന് രംഗത്തെത്തി. അണിഞ്ഞ ആഭരണങ്ങൾ ഊരിത്തന്ന ഉമ്മമാർ കാണിച്ച ആത്മാർത്ഥത പ്രവർത്തകരെ ഏറെ ആവേശം കൊള്ളിച്ചു. സമസ്തയുടെ ആദരണീയനായ പണ്ഡിതശ്രേഷ്ഠൻ PKP ഉസ്താദ് അവറുകളാണ് നമ്മുടെ പള്ളിക്ക് കിബില നിശ്ചയിച്ചു കുറ്റിയടിച്ചു വന്നത്. മഹാനവറുകൾക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 2018 ജനുവരി 14 ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവറുകളാണ് നമ്മുടെ പള്ളിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. സമസ്ത സെക്രട്ടറി ബഹുമാനനായ PP ഉമർ മുസ്ലിയാർ, ട്രഷറർ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, റഫീഖ് സക്കരിയ ഫൈസി തുടങ്ങിയ പണ്ഡിതന്മാർ തദവസരത്തിൽ സംബന്ധിച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ് കട്ടില വെക്കൽ കർമ്മം നിർവഹിച്ചത്. പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഇന്നത്തെ സുബഹി നിസ്കാരം വരെ നിർവഹിച്ചത് വിശാല മനസ്സിൻ്റെ ഉടമയായ തയ്യുള്ളതിൽ മൊയ്തു സാഹിബ് അനുവദിച്ച താൽക്കാലിക ഷെഡിൽ വെച്ചാണ്. തൻ്റെ മകൻ്റെ വീട് പണി പോലും നിർത്തിവെച്ചാണ് താൽക്കാലികമായി ഈ മഹത്തായ സൗകര്യം ചെയ്തു തന്നത്. ഇത്രയും കാലം നാഥനെ സുജൂദ് ചെയ്യാൻ സ്ഥലം അനുവദിച്ച ആ വലിയ മനസ്സിൻ്റെ ഉടമക്കും കുടുംബം അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ഏറെ കാലദൈർഘ്യം കൂടാതെ തന്നെ നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് പള്ളിയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ലിഫ്റ്റും സോളാർ സിസ്റ്റവും അതിലെടുത്തു പറയാവുന്നതാണ്. കുറ്റമറ്റ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാങ്കേതിക സഹായം ചെയ്ത കോഴിക്കോട്ടെ പ്രകൃതി അസോസിയേറ്റേഴ്സ് എഞ്ചിനീയർ നസീർ അവറുകളുടെ സേവനം വിലപ്പെട്ടതാണ്. പുനർനിർമ്മാണത്തിൻ്റെ തീരുമാനമെടുത്തത് മുതൽ ഉദ്ഘാടനത്തിൻ്റെ ഈ വേളയിൽ വരെ അവിശ്രമം ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിച്ച നമ്മുടെ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. ഓരോ ഉച്ഛ്വാസത്തിലും പള്ളിയുടെ ഓർമ്മ കൊണ്ട് നടക്കുന്ന ഡോക്ടർ അബൂബക്കറിൻ്റെ നിസ്വാർത്ഥമായ സേവന പ്രവർത്തനം വിലമതിക്കപ്പെടേണ്ടതാണ്. തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം കഴിച്ചു ബാക്കി വന്ന മുഴുവൻ സമയവും അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൻ്റെ വീട് പോലും നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന്, തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം വീട് വിട്ടുകൊടുത്തു. പള്ളിയുടെ ജനറേറ്റർ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണെന്നതും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ മഹല്ല് നിവാസികൾ 2-3 തവണ നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിലെ ഉദാരമതികൾ അകമഴിഞ്ഞു സഹായിച്ചിട്ടുണ്ട്. അവസാന മിനുക്ക് പണികൾക്കിടയിലുണ്ടായ പ്രതിസന്ധി മറികടക്കുന്നതിന് വിദേശത്തു നിന്നും പ്രിയപ്പെട്ട മുത്തലിബ്, അഫ്സൽ, നിസാം തുടങ്ങിയ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സഹായമാണ് ലഭിച്ചത്. ഫണ്ട് ചോദിച്ചവരെല്ലാം നിറഞ്ഞ മനസ്സോടെയാണ് സഹായിച്ചത്. ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി ഭൂമിയിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനം പണിതു കൊടുക്കും എന്ന സുന്ദര വചനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കുന്നതിന് സഹായിച്ചത്. തക്കതായ പ്രതിഫലം റബ്ബ് നൽകുമാറാകട്ടെ. ആമീൻ. അതിനുവേണ്ടി സാദാത്യങ്ങളും ആലിമീങ്ങളും അടങ്ങുന്ന ഈ സദസ്സ് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഖജാൻജി ചേലക്കാട് ഉസ്താദ്, നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പമുള്ള സമസ്തയുടെ സെക്രട്ടറിയും നമ്മുടെ സംയുക്ത മഹലിൻ്റെ ഖാദിയുമായ PP ഉമ്മർ ഉസ്താദ്, നമ്മുടെ കേന്ദ്ര മുശാവറംഗം TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, ഈ നാടിൻ്റെ അഭിമാനമായ SVP തങ്ങൾ, സംയുക്ത മഹലിൻ്റെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും തരുന്ന എന്നെ അബൂബക്കർ മാസ്റ്റർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഷുഹൈബ് തങ്ങൾ, വൈസ് പ്രസിഡന്റ് എന്നെ കരീം സാഹിബ്, കൂടത്തിൽ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, നമ്മുടെ മുദരിസ് ജുനൈദ് സഹദി, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് കുട്ടി ഹസൻ ദാരിമി, ബഹുമാനപ്പെട്ട അബൂബക്കർ യമാനി, എൻ്റെ സ്നേഹം നിറഞ്ഞ ഇതിൻ്റെ സെക്രട്ടറി എന്നെ ഇസ്മായിൽ മാസ്റ്റർ, ഹനീഫ സാഹിബ്, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട V നാസർ മാസ്റ്റർ, പറ്റേരി കുഞ്ഞമ്മദ് ഹാജി, ഇവരെല്ലാം ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും അവസാനം ഞാൻ പറയുന്നത്, നമ്മുടെ നാടിൻ്റെ മുത്തായ ആ നമ്മുടെ പ്രിയങ്കരനായ ആബിദ്ക, എല്ലാ സമയവും നമ്മോടൊപ്പമുള്ള അദ്ദേഹത്തെ ഞാൻ അവസാനത്തേക്ക് വെച്ചതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സന്തോഷം ഇന്ന് അതിരത്തതാണെന്ന് എനിക്കറിയാം. ഈ മണ്ണ്, അണിയാരത്തിൻ്റെ മണ്ണ് സയ്യിദ് അലിയുൽ കൂഫി തങ്ങളുടെ പാദസ്പർശനം ഏറ്റ മണ്ണാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്ര ഒരു മനോഹരമായ പള്ളി ഇവിടെ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ഇതിൻ്റെ എല്ലാം കൊണ്ടും ഏറ്റവും ഉത്തമമായി നിൽക്കുന്ന നമ്മുടെ സി അബൂബക്കർ ഡോക്ടർ, PK യൂസുഫാജി, കാദു സിയോൺ, അതുപോലെ KP സമീർ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട NV മുത്തലിബ്, അഫ്സൽ നരിക്കോടങ്കണ്ടി, നൈസാം, PK, ഇവരെല്ലാമാണ് ഈ പള്ളിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത്. ഡോക്ടർ 24 മണിക്കൂറും, അതായത് രോഗി എത്തിയാൽ ഡോക്ടറുടെ സ്റ്റെതോസ്കോപ്പ് നെഞ്ഞത്ത് വെക്കുമ്പോൾ എൻ്റെ മുറ്റത്ത് പള്ളിയെടുക്കുന്നുണ്ട്, പൈസ വേണേ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾക്ക് ഇങ്ങനെയൊരു നല്ല പള്ളി നിർമ്മിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുപോലെ നമ്മുടെ എഞ്ചിനീയർ, പ്രകൃതി ആർക്കിടെക്ട്, ബഹുമാനപ്പെട്ട എഞ്ചിനീയർ നസീർ സാഹിബ് ഇവിടെ ഉണ്ട്. ഇത് ഈ പള്ളിക്ക് അദ്ദേഹം വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. ഈ പള്ളി എല്ലാവരും വന്ന് കാണുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, എൻ്റെ പ്രവാസികൾ, എൻ്റെ അയൽപ്രവാസികൾ, എൻ്റെ ഉമ്മ പങ്കന്മാർ എല്ലാവരും സഹായിച്ചത് കൊണ്ടാണ് ഇത്തരമൊരു പള്ളി നമുക്കിവിടെ നിർമ്മിക്കാൻ സാധിച്ചത്. അത് ഒരിക്കലും മറന്നുകൂടാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തായി പ്രിയപ്പെട്ട എൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, മഹാനായ തങ്ങളവറുകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അവർ ഉപദേശം തരുവാൻ വേണ്ടി.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا الله يحب المتطهرين. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള അധ്യക്ഷൻ മമ്മൂഹാജി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയരായ നേതാക്കന്മാർ, സദാത്തുക്കൾ, പെരിങ്ങത്തൂർ ജമാഅത്തിൻ്റെയും പെരിങ്ങത്തൂർ സംയുക്ത ജമാഅത്തിൻ്റെയും ഈ ജമാഅത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ സാരഥികൾ, ഈ പുണ്യമായ സദസ്സിൽ ഇവിടെ സമ്മേളിച്ച ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ബഹുമാനമുള്ളവരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് അല്ലെങ്കിൽ ഒരു നസീഹത്തിനൊന്നും അനുയോജ്യമായ ഒരു സമയമല്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വിശക്കണമൊന്നുമില്ലെങ്കിലും ബോറിസ്കരിച്ചാൽ ഉടനെ ഭക്ഷണം കഴിക്കണം. എൻ്റെ ഒരു സ്വഭാവമാണത്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ചയൊക്കെ ശേഷമുള്ള സുന്നത്ത് സ്കരിക്കലാണ് വീട്ടിലെത്തി സുന്നത്ത് സ്കരിക്കുമ്പോൾ ചോറ് വിളമ്പിയെന്ന് ഭാര്യനോട് പറയില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തിയറി ഉണ്ടാവുമല്ലോ. അപ്പോൾ സുദീർഘമായുള്ളൊരു നസീഹത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. രണ്ടാമതൊന്നെന്ന് പറഞ്ഞാൽ, ഇത് ഇവിടെ ബഹുമാനപ്പെട്ട ഉമറും നിങ്ങളുടെ കാവിയും സമസ്തയുടെ സെക്രട്ടറിയൊക്കെ ആയ ഉമർ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ, ഇത് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട ചില പ്രത്യേക നിബന്ധനകളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പാലിക്കാതെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രസംഗമൊക്കെ പിടിച്ച് എവിടേക്ക് കൊടുത്താൽ, അപ്പോൾ അത് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും കുറച്ചുകൂടിയൊക്കെ ജനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ മറക്കണം എന്ന് പറയുമ്പോൾ, ആ മാസ്ക് ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു തമാശയായി ആരും കണക്കൂട്ടരുത്. അത് ഒരു വളരെ നിർബന്ധമായ ഘട്ടത്തിൽ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ അത് ഒഴിവാക്കണം. അതോട് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ അത് നിർബന്ധമായ ഘട്ടത്തിൽ ഒഴിവാക്കുക എന്നല്ലാതെ അല്ലാത്ത സമയത്തൊക്കെ അത് ധരിക്കുക തന്നെ വേണം. അതൊരു തമാശക്ക് പറയണതല്ല. അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മമ്മൂദിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വളരെയധികം അനുഗ്രഹീതമായ പ്രദേശങ്ങളാണ് ഇവിടൊക്കെ. മഹാനാവുന്ന അലിയുൽ കൂഫി തങ്ങളവർക്കുള്ള അവർ ഈ സ്ഥലത്തിനെയാണ് നിങ്ങളെ പെരുങ്ങത്തൂരാണ് അവരുടെ ഒരു അന്ത്യവിശ്രമത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാന്മാർ അവരൊരു സ്ഥലത്തിനെ അവർക്ക് അന്ത്യവിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരെ കുബൂറുകൾ, ആ കുബൂറുകൾ എന്ന് പറഞ്ഞാൽ അത് ആ കുബൂറുകളുള്ള സ്ഥലങ്ങളും അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ അനുഗ്രഹീതാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രഖ്യാപനം. അങ്ങനെയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. എന്നിട്ട് മസ്ജിദുൽ അഖ്സൻ്റെ അതിൻ്റെ ഗുണം എന്താ പറയണത്? ബാറക്നാ ഹൗലഹു എന്നാണ്. അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ ബർക്കത്ത്? ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, അംബിയാക്കന്മാർ സാലിഹീങ്ങൾക്കുള്ള ഖബറുകളെ കൊണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്തു. അപ്പോൾ അത് വളരെയധികം പുണ്യമായ ഒരു ബർക്കത്ത് ഉള്ള പ്രദേശങ്ങളാണ് നിങ്ങളെ ഈ പ്രദേശങ്ങൾ. അതിൻ്റെ ഗുണങ്ങളാണ് നിങ്ങളൊക്കെ അവിടെ കാണുന്നത്. ദീനിയായുള്ളതായ ഈ നന്മയും ആലിമീങ്ങളോടും സാദാത്തുങ്ങളോടൊക്കെ ഉള്ള ഈ ബഹുമാനം ആദരവും ഒക്കെ ഇവിടെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം അതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് അള്ളാഹു അനുഗ്രഹം ചെയ്ത പ്രദേശങ്ങളിൽപ്പെട്ടതായി എന്നുള്ളത്. അപ്പോൾ അള്ളാഹു വളരെയധികം അനുഗ്രഹിച്ച അള്ളാഹു മഹാന്മാരെ ഖുബൂറുകൾ അവർക്കുള്ള അന്ത്യവിശ്രമത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തു എന്നുള്ള നിലക്ക്
വളരെ ഒരു അനുഗ്രഹമുള്ള പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ. അതിൻ്റെ നന്മകളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെ ഇതുപോലുള്ള പള്ളി നിർമ്മാണവും മറ്റുമൊക്കെ ബന്ധപ്പെടുമ്പോൾ അതിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും അതിൽ സജീവരാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും സന്തോഷത്തോടു കൂടി ആ മുഹൂർത്തത്തിന് വേണ്ടി പങ്കെടുക്കുക. ഇതൊക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ നന്മയുടെ ഒരു ബഖിയ്യത്തുകൾ നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ വാപ്പന്മാർ അല്ലെങ്കിൽ ഈ വാപ്പന്മാർ അവരൊക്കെ വളരെ നല്ല ആളുകളായിരിക്കും. അവർക്കുള്ള ദുആകളുണ്ടാവും. അതിൻ്റെയൊക്കെ ഗുണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഏതായാലും അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടു കൂടി ഇവിടെ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. പള്ളി വലിയ അലങ്കാരത്തോടു കൂടി നിർമ്മിക്കുക എന്നുള്ളതല്ല, പള്ളിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമാവുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി പള്ളി നിർമ്മിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അതിൽ ചിലപ്പോൾ അലങ്കാരങ്ങളൊക്കെ വന്നു കൂടുന്നുണ്ടെങ്കിലും അപ്പോൾ ആ നിലക്കൊരു നല്ലൊരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കാലികമായുള്ള സൗകര്യത്തോടു കൂടി നിർമ്മിക്കപ്പെടണം. അതാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഫാന് ഇല്ല, അതിൻ്റെ പുറത്ത് AC ഒക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ അത് കാലികമായ സൗകര്യങ്ങളാണ്. അത് ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒരാളെ ഇബാദത്തിന് വേണ്ടി പള്ളിക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും സൗകര്യം ഉണ്ടാവണം, എന്നാലേ വരുള്ളൂ. കാരണം ഈ AC ഉണ്ടാവുമ്പോൾ അതിൻ്റെ കാറ്റുകൊള്ളാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും വരും. പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ എങ്ങനെ പുറത്തു പോകണമെന്ന് വിചാരിച്ച് നിസ്കരിച്ച് പോയിക്കോളും. നമ്മൾ ഈ ചൂണ്ടിലിട്ട് പിടിക്കാമെന്ന് പറഞ്ഞല്ലോ, അതിൽ പെട്ട പണിയാണ്. അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ജനങ്ങളിൽ നിന്നൊക്കെ തഖ്വ പോയി കഴിഞ്ഞു. നമ്മളെ ഹൃദയങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മഹാനാവുന്ന റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ അൽ ഖുലൂബു നൗആനി ഖൽബുൻ ലൻ യൂലദ് വലം യഗ്നി ലഹു അൻ യൂലദ ബൽ യസീറു ജനീനൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വൽ ളലാൽ വഖൽബുൻ ഉലിദ വഖറജ ഇലാ ഫളാഇ തൗഹീദ് വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ. മനുഷ്യരുടെ ഹൃദയം പരിശോധിച്ച് നോക്കിയാൽ രണ്ട് സ്വഭാവത്തിലാണുള്ളത്. ചില ഹൃദയങ്ങൾക്കുള്ള സ്വഭാവം എന്താ? ലം യൂലദ്, അതൊരു പ്രസവിക്കപ്പെടാത്ത സാധനം പോലെയാണ്. പ്രസവിക്കപ്പെട്ട സാധനമാണെങ്കിൽ അത് പുറത്തു വരും, അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇവിടെ കാണാം. ബൽ യസീറു ജനീനൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വൽ ളലാൽ, തമ്മാടിത്തനം, ദുർമാർഗം, തടിൻ്റെ ഇച്ഛകൾ എന്നൊക്കെ പറയണ വൃത്തികേടുകളാവുന്ന വയറിൻ്റെ ഉള്ളിൽ അതൊരു ചാപ്പിള്ളയായി നിൽക്കും. ഇതാണ് നമ്മളെ ഹൃദയങ്ങളൊക്കെ. നമുക്കൊരു ഹൃദയമുണ്ട്, നമ്മളെ ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാനുണ്ട്. പക്ഷേ ആ ഈമാൻ്റെ പവർ ഇവിടെ കാണുന്നില്ല. എന്താ കാരണം? നമ്മളെ ഹൃദയത്തിനെ തടിൻ്റെ ഇച്ഛകളെ കൊണ്ട്, തമ്മാടിത്തരങ്ങളെ കൊണ്ട്, ദുർമാർഗങ്ങളെ കൊണ്ട് അതിനെ പൊതിയപ്പെട്ടിരിക്കുകയാണ്. നേരെ മറിച്ച് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, ഔലിയാവ്, അവർക്കുള്ള ഹൃദയങ്ങൾ അങ്ങനെയല്ല. അവരുടെ ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാൻ വന്നു. ആ ഈമാനിനെ അവർ വളർത്തിയെടുത്തു. എങ്ങനെ വളർത്തിയെടുത്തു? ഈ പറയപ്പെട്ട വൃത്തികേടുകളെ പൂർണ്ണമായി കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്തു. അതിൻ്റെ സ്ഥാനത്ത് വിശുദ്ധമായ സ്വഭാവങ്ങളെ അവിടെ എന്താക്കി അവർ പ്രതിഷ്ഠിച്ചു. ആ ഈമാനിനെ വളർത്താൻ ആവശ്യമാവുന്നതായ ഇസ്തിഖാമത്ത്, ആ ഇസ്തിഖാമത്തു ദറജത്തുൻ ലൻ യുതീഖഹ ഇല്ലൽ അകാബിർ, അത് വലിയവർക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു ഉന്നതമായ പദവിയാണ് ഇസ്തിഖാമത്ത്. സർവ്വസമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ ഓർമ്മയിലായി കൊണ്ട് ജീവിക്കുക. ആ നിലക്കുള്ള ഇസ്തിഖാമത്തിനുണ്ടാക്കി തീർത്തവരാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ. അതാണ് വഖറജ ഇലാ ഫളാഹി തൗഹീദ്. തൗഹീദിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കി ആ തൗഹീദിൻ്റെ വിശുദ്ധമാവുന്ന പ്രപഞ്ചത്തിലേക്ക് അവർ ഇറങ്ങി വന്നു. അറിവുകളുടെ ആകാശ ആ കോട്ടകളെ മുഴുവനും അവർ കീഴടക്കി. കാരണം ഹൃദയം വിശുദ്ധമായി, ഹൃദയത്തിൽ തഖ്വണ്ടായി കഴിഞ്ഞാൽ അറിവിനെ മുഴുവനും കീഴടക്കാൻ കഴിയും. അപ്പോൾ കാലം വളരെ മോശമായി പോയി. ഈ പറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ. അപ്പോൾ ആകെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ലോകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ഈ ഒരവസ്ഥയാണ്. ഭൗതികമാവുന്ന താല്പര്യങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞില്ല, ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കണതായ ഒരു വിഭാഗമായി കൊണ്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. മഹാന്മാരൊക്കെ ദുആ ചെയ്തതിനെന്താ? അല്ലാഹുമ്മ സഗ്ഗിരി ദുനിയാ ഫീ അയ്യുനിന വകബ്ബിർ ജലാലക ഫീ ഖുലൂബിനാ. ദുനിയാവിനെ ചെറുതായി കാണിച്ചുകൊണ്ടാണ്. അതാണ് സുഹുദ് എന്ന് പറഞ്ഞത്. ദുനിയാവിനെ ഇസ്തിസ്ഖാറു ദുനിയ, ദുനിയാവിനെ ചെറുതായി കാണുക. അതാണ് മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ. വകബ്ബിർ ജലാലക ഫീ ഖുലൂബിനാ, ഹൃദയത്തിൽ പടച്ചതമ്പുരാനെ നിന്റെ ജലാലിയത്തിനെ നീ വലുതാക്കി കാണിച്ചുകൊണ്ടാണ് ഇതിരുന്ന് മഹാന്മാർ ദുആ ചെയ്തിരുന്നത്.
ഈ അവസ്ഥ ഒന്ന് ഇവിടുന്ന് ഇല്ലാതെയായി പോയി. അപ്പോൾ പള്ളി നിർമ്മിക്കപ്പെട്ടു, അത് വളരെ നല്ല കാര്യമാണ്. ഒരു മനുഷ്യനിക്ക് ആത്മീയമായിട്ട് ഉയരാൻ ഉള്ള എല്ലാ സൗകര്യവുമാണ് പള്ളിയിലുള്ളത്, അതിനുള്ള സാഹചര്യമാണ് പള്ളിയിലുള്ളത്. അതുകൊണ്ടാണ് പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും സന്തോഷിക്കും. ഇവിടുത്തെ മരം സന്തോഷിക്കും, ഇവിടുത്തെ മൃഗങ്ങൾ സന്തോഷിക്കും, ഇവിടുത്തെ മണ്ണ് സന്തോഷിക്കും, ഇവിടുത്തെ വെള്ളം സന്തോഷിക്കും, ഇവിടെ ഉള്ളതായ സർവ്വ വസ്തുക്കളും വാനലോകത്തുള്ള മലായികത്ത് ഇവ സന്തോഷിക്കും. എന്താ കാരണം? പള്ളി നിർമ്മിക്കപ്പെട്ടാൽ ആ പള്ളിയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന സംസ്കാരം, ആ സംസ്കാരത്തിൽ കൂടി വളർത്തിയെടുക്കപ്പെടുന്നതായ ഒരു മുസ്ലിം, ഒരു മോമിൻ, അവനിൽ നിന്ന് ആരും ഒരു ഉപദ്രവം ഒരിക്കലും ഉണ്ടാവുന്നതല്ല ആർക്കും. അവനക്ക് വൃത്തികെട്ട സ്വഭാവങ്ങൾ, തീവ്രതയോ ഭീകരവാദമോ ഒന്നും അവനിലുണ്ടാവില്ല. അവൻ എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരുത്തനായിരിക്കും. എല്ലാ വസ്തുക്കൾക്കും, ജനങ്ങൾക്ക് മാത്രമല്ല, ഈ മൃഗങ്ങൾക്കാണെങ്കിലും മൃഗങ്ങളോട് ചില ഹക്കുകൾ മുസൽമാൻക്കുണ്ട്. വിശുദ്ധമാവുന്ന ദീൻ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിനോട് ചില ഹക്കൂക്കുകളുണ്ട്, മണ്ണിനോട് ചില അവകാശങ്ങൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളോടുള്ളതുണ്ട്, മറ്റുള്ള സർവ്വ അല്ലാഹുവിൻ്റെ വസ്തുക്കളോടുള്ള കടപ്പാടുകൾ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മോമിനായിരിക്കും പള്ളിയിൽ നിന്നുണ്ടാവുക. അതാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. മസ്ജിദുൻ നുസ്സിസ അലാ തഖ്വാ മിൻ അവ്വലിയോ. പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി അതിന് ഇതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണെങ്കിലും ഇവിടെ നിർമ്മിക്കപ്പെടുന്ന എല്ലാ പള്ളികൾക്കും അത് ബാധകം. ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന എല്ലാ പള്ളികൾക്കും ബാധകം. അപ്പം തഖ്വൻ്റെ മേലിലാവണം പള്ളിനെ ശില നൽകേണ്ടത് എന്നാണ്. തഖ്വൻ്റെ മേൽ ശില നൽകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അർത്ഥത്തിലുള്ള, വിശാലമായ അർത്ഥത്തിലുള്ള ഒരു വാക്കാണ്. പള്ളിക്ക് ഉപയോഗിക്കപ്പെടുന്ന പണം വിശുദ്ധമാവണം. പള്ളിൻ്റെ പ്രവർത്തനവുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ അതിലുള്ള ഓരോ പ്രധാനപ്പെട്ട മുനാസബാത്തുകൾ, ഇപ്പോൾ പറഞ്ഞല്ലോ, കട്ടില വെക്കുക, അതിന് തറയിടുക, അതിന് പിന്നെ മറ്റുള്ളതായ പ്രധാന സംഗതികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാലിഹ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ആളുകളെ കൊണ്ടാവണം അത് ചെയ്യിപ്പിക്കേണ്ടത്. അത് അങ്ങനെ പള്ളിനെ തഖ്വൻ്റെ മേൽ തഹ്സീസ് ചെയ്യുക, അതിനെ ശില നൽകപ്പെടുക എന്ന് പറഞ്ഞ വാക്ക് വളരെ വിശാലമായ, ഞാൻ അതിൻ്റെ വിശാലമായ ഒരു അർത്ഥം വിശദീകരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല, കാരണം അതിന് പറ്റിയ സമയമല്ല എന്നായി തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ആ നിലക്ക് പള്ളിയിലേക്ക് തഹ്സീസ് ചെയ്ത് പള്ളിനെ ശില നൽകപ്പെട്ടു. ആ പള്ളിനെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണെന്നറിയോ? ആ പള്ളിയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അഹക്കു അൻ തഖൂമ എന്നാണ്. ആ പള്ളിയാണ് നബിയെ തങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ഏറ്റവും യോഗ്യത ഉള്ളതായ പള്ളി. അത് ആർക്കും അങ്ങനെ തന്നെ, അങ്ങനത്തെ പള്ളിയിലാണ് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടത്. പിന്നെ ആ പള്ളിക്ക് ഉണ്ടാവേണ്ട സ്വഭാവം, ആ പള്ളി എങ്ങനത്തെ പള്ളിയാവണം, ആ പള്ളിയിൽ ആരൊക്കെയാണ് പ്രവേശിക്കേണ്ടത്, അതും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിച്ചു. ഫീഹി റിജാൽ, അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതേ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പള്ളി അതാണ്. പള്ളികൾ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റുമല്ല എന്നുള്ളതല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പള്ളി ഫീഹി റിജാലുൻ, അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പള്ളി. അത് ആണുങ്ങൾ തന്നെ എങ്ങനത്തെ ആണുങ്ങളാവണം? യുഹിബ്ബൂന അൻ യതതഹറു. ഞാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിനൊക്കെ എല്ലാ നിലക്കുള്ള വിശുദ്ധി ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പള്ളി. അപ്പോൾ യുഹിബ്ബൂന അൻ യതതഹറു, എല്ലാ നിലക്കുള്ള വിശുദ്ധി, അവൻ്റെ ബാഹ്യമാവുന്ന സർവ്വ അവയവങ്ങൾക്കും വിശുദ്ധി വേണം, അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി വേണം, ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട മോശമായ സർവ്വ സ്വഭാവങ്ങളെയും ഒഴിവാക്കണം. ആ നിലക്ക് എല്ലാ വിശുദ്ധിനെയും ഇഷ്ടപ്പെടുന്നതായ പുരുഷന്മാർ, ആ പുരുഷന്മാരാണ് പള്ളിയിലുണ്ടാവേണ്ടത്. ആ നിലക്കുള്ള വിശുദ്ധി ഉണ്ടാക്കി തീർക്കേണ്ടവരും ആ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് പുരുഷന്മാർ നിലക്കുള്ള വിശുദ്ധിനെ ഉണ്ടാക്കി തീർക്കേണ്ടത്. അപ്പം ആ നിലക്ക് പള്ളി നമ്മളിവിടെ നിർമ്മിക്കപ്പെട്ടു. അത് നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നല്ല പണം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പള്ളി. അത് ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ശരിയാണ്. ഇനി ഈ പള്ളിനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അത് ഈ നാട്ടിലുള്ള പുരുഷന്മാരാവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അതോടുകൂടി നമ്മൾ ആന്തരികമായി നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കാനും നമ്മളെ സർവ്വ അവയവങ്ങളും വിശുദ്ധമാവണം. ഇപ്പം നമ്മളെ കയ്യിനിക്കൊരു ആഗ്രഹം ഉണ്ടാവും, ആ ആഗ്രഹം സാധിപ്പിക്കണം. അല്ലാഹു എനിക്കൊരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർവരമ്പിൻ്റെ ഉള്ളിൽ മാത്രമേ അത് സാധിപ്പിക്കാൻ പറ്റുള്ളൂ. എല്ലാ സാധനവും പോയി പിടിക്കാൻ പറ്റൂലല്ലോ. ചിലതൊക്കെ പിടിച്ചിട്ടാണ് അടിയിട്ടും, ഇവിടുന്ന് തന്നെ അടിയിട്ടും, അവിടെ ചെന്നാൽ ശിക്ഷ വേറെ ഉണ്ടാവും. പിന്നെ നടന്നെല്ലാം പിടിച്ചു നോക്കാം. അപ്പോൾ അതാണ്, എനിക്ക് ചില സാധനമൊക്കെ പിടിക്കാം. അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഏതിനെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത് അല്ലാഹു അനുവദിച്ചു. ആ അനുവദിച്ച് തന്ന ആ മേഖലയിൽ മാത്രമേ നിൻ്റെ കയ്യിൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിക്കാൻ പാടുള്ളൂ. നിൻ്റെ വയറിനൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. എല്ലാം കുടിക്കണം തോന്നും, എല്ലാം കുടിച്ചു പോകാൻ പറ്റുമോ?
കുടിക്കാൻ അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു അനുവദിച്ചെന്ന സാധനം കുടിക്കാൻ പറ്റുള്ളൂ. എല്ലാ സാധനവും ഭക്ഷിക്കാൻ പറ്റുമോ? അള്ളാഹു അനുവദിച്ച സാധനം ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ആഗ്രഹങ്ങൾ. കണ്ണിക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, എല്ലാം നോക്കാൻ പറ്റുമോ? ചെവിക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, എല്ലാം കേൾക്കാൻ പറ്റുമോ? മൂക്കിനിക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, എല്ലാം പിടിച്ച് മണക്കാൻ പറ്റുമോ? അപ്പം അത് ഇന്നതൊക്കെ ഈ മണക്കാൻ പാടുള്ളൂ, ഇന്നതൊക്കെ നീ കേൾക്കാൻ പാടുള്ളൂ, ഇന്നതൊക്കെ നീ കാണാൻ പാടുള്ളൂ. ഇതൊക്കെ വിശുദ്ധമാവുന്നതായ ദീൻ വളരെ വ്യക്തമായ നിലക്ക് അതിൻ്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചു തന്നു. അതിന് മാത്രം ഒതുങ്ങിക്കൊണ്ട് ജീവിക്കുക. അതാണ് തത്വഹൂർ, അതാണ് തത്വഹീർ, അതാണ് ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞത്. അതാണ് ഒരു മനുഷ്യനുണ്ടായിത്തീരേണ്ട തത്വഹൂർ, അവനിലുണ്ടാവേണ്ടതായ വിശുദ്ധി. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, യുഹിബ്ബൂന അൻ യതതഹറു. ആ നിലക്കുള്ള വിശുദ്ധിനെ ഉണ്ടാക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്നതായ അങ്ങനത്തതായ മോമിനിയങ്ങൾ, ആണുങ്ങളാവുന്ന ആളുകൾ ആണ് ഈ പള്ളിനെ ഇമാറത്ത് ചെയ്യേണ്ടത്, ഈ പള്ളിനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടത്. അപ്പോൾ പരിസരവാസികളൊക്കെ ആ നിലക്ക് ഈ പള്ളിനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ആ ഹൃദയത്തിലുണ്ടാവുന്ന മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി നന്മകളാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ച് നമ്മൾക്കുള്ള സർവ്വ അവയവങ്ങളെ കൊണ്ടും നന്മകൾ മാത്രം ചെയ്യാൻ പറ്റുന്നതായ ഒരു രൂപത്തിൽ ഈ അവയവങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം. അതാ വേണ്ടത്. കണ്ടില്ലേ, മഹാന്മാരങ്ങനെയാണ്. മഹാനാവുന്ന ബിശുർലാഫി തങ്ങളെ അവരൊരു സഹസിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടു. ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബിശുർലാഫി തങ്ങൾ ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ ആരോ ചോദിച്ചു, ഇത് ബിശുർലാഫി ആവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്ന് അവിടെ എല്ലാവർക്കും അറിയില്ല, ആർക്കോ ചിലർക്കേ അറിയുള്ളൂ. എല്ലാവരും ചോദിച്ചു, ഈ മനുഷ്യൻ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന്. അപ്പോൾ ബിശുറുൽ ഹാഫിയാണെന്ന് മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്. അവർ പറഞ്ഞു, ഇന്ന ഹാദർ റജുല ലാ തംതദ്ദു യദുഹു ഇലാ തുആമിൻ ഫീഹി ഹറാം ഔ ഫീഹി ശുബ്ഹ. ഏതെങ്കിലും നിലക്ക് ശുബ്ഹത്തോ ഹറാമുള്ള ഭക്ഷണത്തിലേക്ക് ഈ മനുഷ്യന്റെ കൈ നീളൂല. അതാ, അവരെ കൈ അങ്ങോട്ട് പോവില്ല. ആ നിലക്ക് കയ്യിനെ അവരെന്തായിട്ടുണ്ട്, വിശുദ്ധമാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഹറാമായ ഭക്ഷണം അവരെ മുന്നിൽ കൊണ്ടുവച്ചാൽ അതവർ കഴിക്കാൻ വേണ്ടി അവിടേക്ക് അവരെ കൈ അങ്ങോട്ട് കൊണ്ടുപോയാൽ തന്നെ കൈ പോവില്ല. അതാണ് കയ്യിനെ ആ നിലക്ക് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം, കണ്ണിനെ ആ നിലക്ക് പരിശീലിപ്പിച്ചെടുക്കണം, നമ്മുടെ ഓരോ അവയവത്തിനെയും ആ നിലക്ക് പരിശീലിപ്പിച്ചെടുക്കണം. ഒരു ഹറാമ് കാണുമ്പോൾ ആ ഹറാമ് ചെയ്യാനുള്ളതായ ഏതൊരു അവയവം കൊണ്ടാണോ ചെയ്യേണ്ടത് അതിന് ആ അവയവം വൈപ്പെടാതിരിക്കുക. ആ നിലക്ക് വിശുദ്ധിനുണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. അതുകൊണ്ട് ഈ പള്ളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ ഭവനങ്ങൾ അല്ലാഹു സ്വർഗത്തിൽ അല്ലാഹു അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അവരോട് നമ്മളോടൊക്കെ ബന്ധപ്പെട്ടതായ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അല്ലാഹു നീക്കി തീർക്കട്ടെ. അവർക്കും നമ്മൾക്കൊക്കെ അല്ലാഹു എല്ലാ നിലക്കുള്ള ആഫിയത്തിനും ദീർഘായുസിനൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ പ്രത്യേകമായും കൊണ്ടൊരു കുട്ടി അവരുടെ കുടുംബത്തിൽപ്പെട്ടതായ ഒരു കുട്ടിക്ക് പാമ്പ് അടിച്ചിട്ടുണ്ട്, അത് ICUലാണെന്ന് പറഞ്ഞു. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദ്. അത് ദുആ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് ദുആ ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടീൻ്റെ വിഷം വേഗത്തിൽ ഇറക്കി ആ കുട്ടിക്ക് പരിപൂർണമായ ആരോഗ്യത്തിന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ പടർന്ന് പന്തലിക്കുന്ന ഈ മഹാവിപത്ത്, ഈ വൈറസ് കാരണമായി ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെ കുടുംബങ്ങൾ, നമ്മുടെ നാടിന്, നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾക്കൊക്കെ ഉള്ളതായ വിശ്വാസത്തിന്, വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിന് മേൽ അല്ലാഹു അടിയുറപ്പിച്ചിരുത്തി തട്ടെ. ആ വിശ്വാസത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആ വിശ്വാസത്തിന് അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന സംഘടന, അതിൻ്റെ പോഷക സംഘടനകൾ, അതിൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, അതിൻ്റെ പണ്ഡിതന്മാർ, അതിൻ്റെ ഉമറാവ്, അതിൻ്റെ പ്രവർത്തകർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. എല്ലാവരെയും അല്ലാഹു എല്ലാവിധ ആഫാത്ത്, മുസീബത്ത്, അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾക്കും അവർക്കൊക്കെ ഉള്ള ഈമാൻ അല്ലാഹു സലാമത്തിലാക്കി തട്ടെ, ആഖിബത്ത് നന്നാക്കി തട്ടെ, സ്വർഗ്ഗത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി തട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ഉസ്താദന്മാരിൽ നിന്നുള്ള പലരും ഇപ്പോൾ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളെ ഉമറായിൽ നിന്നുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഖുബൂറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂങ്കാവനാക്കി തീർക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കുള്ള ഖബറുകളെയും അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനാക്കട്ടെ. നമുക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു നന്നാക്കി തട്ടെ. സ്വർഗ്ഗത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി തട്ടെ. നമ്മളെ ദീനിൻ്റെ സർവ്വ സ്ഥാപനങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ.
നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഓൺലൈനിൽ കൂടി നമ്മൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്രമാത്രം പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തണം. അതിനുള്ളതായ അതിൻ്റെ മാർഗങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. വിദേശത്തും സ്വദേശത്തുള്ള നമ്മളെ ഒരുപാട് നേതാക്കന്മാർ, അവർക്കൊക്കെ ഉള്ള കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവരൊക്കെയാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെയും നമ്മളെ സംഘടനകളിലൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിൻ്റെ കാരണക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം ഉമറാക്കളാണ്. പണ്ഡിതന്മാരെപ്പോലെ തന്നെ ഒരു വലിയ ഒരു പങ്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടിയും അതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സൈനുൽ ആബിദീനാണെങ്കിലും നമ്മളെ മുഹാജി ആണെങ്കിലും ഇവരൊക്കെ സമസ്തൻ്റെ സ്ഥാപനങ്ങൾക്കൊക്കെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരൊന്നും പേരെടുത്ത് പറയല്ല ഈ അവസരം. ഒക്കെ വളരെയധികം അതിനെ സഹായിക്കുന്നവരും അതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ ഉള്ള കച്ചവടത്തിലും അവരുടെ ബിസിനസ്സിലും ഒക്കെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കുള്ള കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ അല്ലാഹു ധാരാളം ഹൈറും ബർക്കത്തും ധാരാളം ചെരിഞ്ഞേറ്റെ. അവർ നമ്മളൊക്കെ എല്ലാവിധ ആഫാത്ത് മുസീബത്ത് അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ, കുടുംബങ്ങളെ അല്ലാഹു സാലിഹ്യങ്ങളാക്കട്ടെ. നിന്നെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ പള്ളിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. റഹ്മുർ റഹീമായ അല്ലാഹ് ഈ പള്ളിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ പള്ളിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ പള്ളിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചതായ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അടക്കമുള്ള ഡോക്ടർ സേവനത്തിന് ഇവിടെ എല്ലാവരും എടുത്തു പറഞ്ഞു. ഡോക്ടർ അടക്കമുള്ള അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഇതിനു വേണ്ടി പ്രത്യേകം അതിൻ്റെ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇതിനു വേണ്ടി അതിന് മറ്റ് നേതൃത്വം നൽകിയവരും ഈ ജമാഅത്തും പെരിങ്ങത്തൂർ ജമാഅത്തും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ സാരഥികൾക്കും അല്ലാഹു എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ ജീവിതത്തിൽ അല്ലാഹു എല്ലാ നിലക്കുള്ള ഇസ്സത്തിനെ കൊടുക്കട്ടെ. നമുക്കൊക്കെ ഇസ്സത്തിൽ തരട്ടെ. എല്ലാവിധ ളഅത്തിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കുള്ള രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മളോട് ബന്ധപ്പെട്ടവർക്കുള്ള രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളൊക്കെ നമുക്കറിയാലോ ഡയാലിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെയുള്ള രോഗത്തിനും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ബഹുമാന്യനായ ചേരക്കാട് ഉസ്താദ് അവர்கள் ഈ സദസ്സിനെ ദുആ ചെയ്തുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. 2 വാക്ക് നസീഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുക. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ വേർന്ന ആ ദുആ പഠിച്ചോ സ്വീകരിക്കട്ടെ. തങ്ങൾ സാധുവാൻ പറഞ്ഞാൽ തിരക്കില്ല. അതുകൊണ്ട് ഈ ഒരുമിച്ചുകൂടെ നമ്മളെല്ലാവരും പല തെറ്റുകളും നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. എന്നാലും പഠിച്ചോനെ നിൻ്റെ റഹ്മത്തിൻ്റെ പള്ളിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഇതിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്കുണ്ടായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാരും ഉസ്താദന്മാരോട് കൂടെ സ്വർഗത്തിലാക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ പങ്കെടുത്ത പ്രവർത്തകന്മാരായ പലരും സെക്രട്ടറി ഇസ്മായിൽ മാസ്റ്ററുകൾ അതുപോലെ നമ്മുടെ ദീനിൻ്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾ പറഞ്ഞില്ലേ സൈനുൽ ആബിദ് സുഫാരി ആബിദ് എന്നുള്ള പേരിൽ അറിയാം. അദ്ദേഹം അതൊരു ഭാഗ്യ. അദ്ദേഹം എന്തോ ചെയ്ത സർവത്തിൻ്റെ കൊത്തന്മേൻ്റെ പേരിലായി സമയത്തുണ്ടായി പെരുത്ത് ദിവസമായി കുടുങ്ങിക്കിടക്കുന്നു. അതായത് ഇവിടുത്തെ കൊറോണേൻ്റെ കാലാവസ്ഥ വന്നു. പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഇവിടെ എത്തി. അതെന്തോ അദ്ദേഹം ചെയ്തൊരു ഗുണമുണ്ടായിരിക്കും. ഇതിൽ സന്തോഷിക്കാനും നമുക്ക് സന്തോഷിക്കാനും സാധിച്ചു. അമ്മോജി പറഞ്ഞില്ലേ, പ്രസിഡന്റ് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും പഠിച്ചോൻ റഹ്മത്തിലാക്കട്ടെ. ഇതിൽ പങ്കെടുത്തവർക്കെല്ലാം പഠിച്ചോൻ റഹ്മത്ത് ചെയ്യട്ടെ. സഹായിച്ചവർക്ക് എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇതിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. വിശപ്പിൻ്റെ വിളി വലിയ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശപ്പിൻ്റെ വിളി അതാണ് വലിയ വിളിയിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് വിശപ്പ്. അതുകൊണ്ട് ഇന്നലെ ഒരു പരിപാടിയിലെ പാലക്കാട് തങ്ങൾ താമസിച്ചിട്ട് ഇന്നലെ അസറായി പോയി ഭക്ഷണം കഴിക്കുക. അമീജലി തങ്ങളെ ഒരു ആഫ്രി കോളേജിൽ അതുപോലെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മുടെ പരിപാടി വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ
ഈ മഹത്തായ പള്ളിയിൽ നാളെ മുതൽ ജുമഅ ആരംഭിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരിങ്ങത്തൂർ ജുമഅത്ത് പള്ളി മഹൽ ജമാഅത്തിൻ്റെ അനുവാദപ്രകാരം നമ്മുടെ കേന്ദ്ര ഖാദി ബഹുമാന്യനായ PP ഉമർ ഉസ്താദ് അവറുകൾ നമുക്ക് ജുമഅ ഇവിടെ അനുവദിച്ചു തന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനവും നസീഹത്തും ബഹുമാനപ്പെട്ട കേന്ദ്ര ഖാദി PP ഉമർ ഉസ്താദ് അവറുകൾ നിർവഹിക്കും. ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിനെ ക്ഷണിക്കുക. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. അഭിവന്ദ്യരും ശ്രേഷ്ഠരുമായ നമ്മുടെ നേതാവും സയ്യിദുമായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകളെ, ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കുർവാളിൽ മുഹമ്മദ് ഹജി സാഹിബ് അവറുകളെ, മറ്റു സാദാത്തുകളെ, ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പരിശുദ്ധവും പരിപാവനമായ ഒരു സൽക്കർമ്മത്തിന് സാക്ഷികളാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഈ മഹൽ സംരംഭവുമായി ബന്ധപ്പെട്ട സർവ്വ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ കർമ്മങ്ങൾക്കുമെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളവറുകളും ചേലക്കാട് ഉസ്താദ് അവറുകളും വളരെ ആത്മാർത്ഥമായി ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനിയെല്ലാം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ മഹത്തായ സംരംഭം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പള്ളി എടുക്കാൻ ഏൽപ്പിച്ചു, പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫ്. ആ കഅബ ഷരീഫിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു ചാൻസ് കൊടുത്തു. ആ ദുആയിൽ ആദ്യമായി പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഈ സംരംഭം നീ സ്വീകരിക്കണമേ, കബൂൽ ചെയ്യണമേ എന്നാണ്. അതുതന്നെയാണ് നമുക്കും ഇവിടെ പ്രാർത്ഥിക്കാനുള്ളത്. ഈ പ്രാർത്ഥനയിലൂടെ നാം നേടിയെടുക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ഈ പരിശുദ്ധമാക്കപ്പെട്ട പള്ളി ഇനി അങ്ങോട്ട് നല്ല ഇമാറത്ത് കൊണ്ട് ധന്യമാക്കണം എന്നതാണ്. ഈ പള്ളിയോട് പാലിക്കേണ്ടുന്ന മര്യാദകളുണ്ട്. പള്ളിയിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്, പുറപ്പെടേണ്ടുന്നത് എങ്ങനെയാണ്, പള്ളിയിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, പള്ളിയിൽ ഇരിക്കുമ്പോൾ എന്ത് നിയ്യത്ത് ചെയ്യണം ഇത്യാദി ഒരുപാട് വിശാലമായ കാര്യങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി നിർവഹിക്കാൻ നാം മുന്നോട്ട് വരികയും അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു ആത്മീയ സംസ്കരണത്തിൻ്റെ കേന്ദ്രമായി ഇതിനെ മാറ്റിയെടുക്കണമെന്നാണ് മഹാനായ തങ്ങളവറുകൾ നമുക്ക് നൽകിയിരിക്കുന്ന അനർഘമായ ഉപദേശങ്ങളുടെ കാതല് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലൂടെ ഒരാത്മീയമായ നിർവൃതി അടയുന്ന വിധത്തിലായിരിക്കണം. ഈ പ്രദേശത്തുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി ഒരു സുരക്ഷാ കേന്ദ്രം തന്നെയാണ്. ഈ പള്ളിയിൽ വെച്ച് എല്ലാവർക്കും വേണ്ടിയുമാണ് ദുആ ചെയ്യുന്നത്. ഇവിടെയുള്ള സർവ്വജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പള്ളിയിൽ വെച്ച് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷാ കേന്ദ്രമാണ് നമ്മുടെ പള്ളി. ആ രൂപത്തിൽ ഈ പള്ളിയെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ പള്ളിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോണി കയറാൻ കഴിയാത്തവർക്ക് ലിഫ്റ്റുണ്ട്. അതുപോലെ തന്നെ ഹൗദിൻ്റെ സൗകര്യങ്ങളുണ്ട്, ബാത്റൂമിൻ്റെ സൗകര്യങ്ങളുണ്ട്. വേണ്ടപ്പെട്ട എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി ഈ പള്ളിയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പള്ളിയിൽ വരാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ജുമാ നിസ്കാരമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നാളെ മുതൽ ഈ പള്ളിയിൽ വെച്ച് ജുമാ ആരംഭിക്കാൻ പോവുകയാണ്. അഥവാ നമ്മുടെ പള്ളിയിലുള്ള ജുമാ നടത്തുക എന്നത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മഹാസൗഭാഗ്യമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് ജുമാ നിസ്കാരം എന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ജുമാ തുടങ്ങുകയും ആ ജുമയിലൂടെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് എന്നതാണ് ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം അവരുടെ പെരുന്നാൾ ദിവസമാണ്. ആ പെരുന്നാൾ ദിവസമായിട്ട് അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ അവർ ജുമാ നിർവഹിക്കുന്നു.
ആ ജുമഅ നിർവഹിക്കുക എന്നത് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളവരുടെ ഒരു പ്രത്യേകമായ ഒരു സാംസ്കാരിക യോഗം തന്നെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയാണ് നാളെ ഇവിടെ ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മുടെ മഹല്ല് പെരിങ്ങത്തൂർ മഹല്ലിൻ്റെ കീഴിലാണ്. പെരിങ്ങത്തൂർ കേന്ദ്ര മഹല്ലാണ്. ആ മഹല്ലിൻ്റെ കീഴിലുള്ള ഈ മസ്ജിദുൽ ആലിയ അഥവാ പുല്ലാഞ്ഞോട്ട് പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയും ഇതിൻ്റെ അടുത്തുള്ള കൊടക്കാട് പള്ളി എന്ന ഒരു പള്ളിയുടെയും പരിധിയിൽപ്പെട്ട ആളുകൾക്ക് 40 മുസ്ലിമും മുക്കല്ലഫുമായ പുരുഷന്മാരെ കൊണ്ട് ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ജുമഅ തുടങ്ങുന്നതാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. അതിന് വിനീതനായ ഖാലി എന്ന നിലയിൽ ഈ പ്രദേശത്തുകാർക്ക് അതിന് സമ്മതം കൊടുത്തതായിട്ടും അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നാളെ മുതൽ ഈ പള്ളിയിൽ വെച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അഥവാ 2 അറബിയിൽ ഖുതുബ ഉണ്ടായിരിക്കുക, അതിനുശേഷം 2 റക്അത്ത് ജുമഅ നിസ്കരിക്കുക. ഈ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന ആ ആദർശങ്ങളും ആശയങ്ങളും അനുസരിച്ച് ഈ പള്ളിയിൽ വെച്ച് പുരുഷന്മാർ മാത്രം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ജുമഅ നിർവഹിക്കാൻ ഒരിക്കൽ കൂടി അനുവദിച്ചതായി അറിയിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ പ്രധാനമായും ഇവിടെ അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ പുല്ലാഞ്ഞോട്ട് പള്ളി മസ്ജിദുൽ ആലിയ എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെടുകയും അത് ഈ രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് അത് വിശാലമാക്കി എടുക്കുവാൻ നമുക്ക് സാധിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഇനി നമ്മുടെ ദൗത്യം നമ്മുടെ പെരിങ്ങത്തൂർ മഹല്ല് ജുമാഅത്ത് പള്ളി പുനർനിർമ്മാണമാണ്. മഹാനായ തങ്ങളവറുകൾ കഴിഞ്ഞ ഒരു വർഷം ഇവിടെ വരികയും അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാനായ കുർവാളിൽ മുഹമ്മദ്, അതുപോലെ തന്നെ നമ്മുടെ സൈനുൽ ആബിദീൻ, അതുപോലെയുള്ള ഒരുപാട് ഉമറാക്കൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ മഹത്തായ പള്ളിയുടെയും പണി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതും നമുക്ക് നിർവഹിക്കപ്പെടാൻ സാധിക്കണം. ഇതിലൂടെ ഈ പ്രചോദനത്തിലൂടെ ഈ ഊർജത്തിലൂടെ തന്നെ അതും നമുക്ക് നിർവഹിക്കപ്പെടാൻ സാധിക്കണം. അതിന് അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രദേശം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഏറെ പരിചയമുള്ള പ്രദേശമാണ്. ആലിമീങ്ങൾക്കൊക്കെ പരിചയമുള്ള പ്രദേശമാണ്. ഇവിടെയുള്ള സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദീനിനെ ഭയപ്പെടുന്നവരും അതുപോലെ തന്നെ ഉലമായിനെ ബഹുമാനിക്കുന്നവരും മഹാനായ സയ്യിദ് അലിയുൽ കൂഫി മഹാനവറുകളുടെ ആ പാരമ്പര്യത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ മാതൃകയിലൂടെ ജീവിച്ചു പോരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഈ മഹത്തായ ഈ ഒരു ചുറ്റുപാടും ഈ ഒരു പാരമ്പര്യവും ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എല്ലാ മഹത്തുക്കളും പ്രാർത്ഥിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ മഹൽ സംരംഭത്തിന് സഹായിച്ച ഒരുപാട് വ്യക്തികളുടെ പേര് ഇവിടെ പറയുകയുണ്ടായി. എല്ലാവരെയും നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ പങ്ക് വളരെ നിസ്തുല്യമാണ്. ആ സഹോദരിമാർ അവരുടെ സ്വന്തം ആഭരണങ്ങൾ അഴിച്ചു തന്നുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ അവർ ഭാഗവാക്കായത് ഞങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുകയാണ്. മഹാന്മാരായ ആലിമീങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മണിമാളികയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ ഈ സംഭാവനകൾ നടന്ന് മുന്നോട്ട് വന്നത്. അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് അതുപോലെ നമ്മുടെ പെരിങ്ങത്തൂർ പള്ളിയും പൂർത്തീകരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവിധ മേഖലകളിൽ സേവനങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർക്കുള്ള ആദരവ് ചടങ്ങുകളാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ ആദരവ് ചടങ്ങ് അവസാനിപ്പിച്ച് നമ്മുടെ ഈ ചടങ്ങ് അവസാനിക്കും. ആദ്യമായി നമ്മുടെ ഈ മനോഹരമായ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെയാണ് ആദരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുശാവറംഗം TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അവറുകളാണ് ഈ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. PK യൂസഫ് ഹാജിക്ക് വേണ്ടി ഡോക്ടർ മൻസൂർ ആദരവ് ഏറ്റുവാങ്ങുകയാണ്.
ഡോക്ടർ സി അബൂബക്കർ അവർകളെ ടി.എസ്. ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അവർകൾ ആദരിക്കുന്നു. കാദു സിയോൺ, കെ.പി. സമീർ, ഡോക്ടർ സി അബൂബക്കർ, കാദു സിയോൺ, കെ.പി. സമീർ. അടുത്തത് നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാരെ ആദരിക്കലാണ്. അതിനുവേണ്ടി സയ്യിദ് SPP തങ്ങൾ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉസ്താദുമാരിൽ ആദ്യം ആദരവേറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ ഉസ്താദ് CH അബൂബക്കർ ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് അവരുകളെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് SPP തങ്ങൾ അവരുകളാണ് ആദരിക്കുന്നത്. നമ്മുടെ ഖത്തീബ് അബ്ദുൽ അസീസ് ഫൈസി മീനങ്ങാടി, സുഹൈൽ, നമ്മുടെ ഇമാം സുഹൈൽ റഹ്മാനി, നമ്മുടെ മുഅദ്ദിൻ മുഹമ്മദ് മുസ്ലിയാർ, ഇവർ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അപേക്ഷിക്കുകയാണ്. സുഹൈൽ റഹ്മാനി, ബഹുമാനപ്പെട്ട മുഅദ്ദിൻ മുഹമ്മദ് മുസ്ലിയാർ. നമ്മുടെ ഫൈനാൻസ് കോർഡിനേഷൻ കമ്മിറ്റിയെ ആദരിക്കുന്ന ചടങ്ങാണ്. ഫൈനാൻസ് കമ്മിറ്റി കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളെ ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട നിസാം കെ സൈനുൽ ആബിദീൻ അവരുകളാണ് ഇവരെ ആദരിക്കുന്നത്. അതിനുവേണ്ടി സൈനുൽ ആബിദ് അവരുകളെ ക്ഷണിക്കുകയാണ്. മുത്തലിബിന് വേണ്ടി മുജീബാണ് ഏറ്റുവാങ്ങുന്നത്. അഫ്സലിന് വേണ്ടി പിതാവ് അബൂബക്കർ ഹാജിയാണ് ഏറ്റുവാങ്ങുന്നത്. ഏറ്റവും മഹത്തായ ഒരു ചടങ്ങാണ് നമ്മുടെ പകരം സ്ഥലം അനുവദിച്ചുകൊണ്ട് വിശാല മനസ്സ് കാണിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട PK മൊയ്തു അവരുകളെ സംയുക്ത മഹൽ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് NA അബൂബക്കർ മാസ്റ്റർ ആദരിക്കുകയാണ്. അബൂബക്കർ മാസ്റ്ററെയും പ്രിയപ്പെട്ട മൊയ്തുവിനെയും ക്ഷണിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിനുള്ള മൊമൻറ്റോ ഡോക്ടർ K സുഹൈബ് തങ്ങൾ വിതരണം നൽകുകയാണ്. പ്രിയപ്പെട്ട നസീർ അത് ഏറ്റുവാങ്ങും. എഞ്ചിനീയറിംഗ് വിഭാഗത്തിനുള്ള ആദരവ് സംയുക്ത മഹൽ ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സുഹൈബ് തങ്ങൾ നസീറിന് നൽകുകയാണ്. ആർക്കിടെക്ചർ, കാർപ്പൻ്റർ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ള ദീപു, ജെയിൻ എന്നിവർക്കുള്ള ഉപഹാരം അഷ്റഫ് കല്ലുങ്കൽ നൽകുകയാണ്. ഇന്റീരിയർ വിഭാഗം ഡോക്ടർ അബൂബക്കർ ഏറ്റുവാങ്ങും. വന്നിട്ടില്ല, ഡോക്ടർ ആയിക്കോട്ടെ. ഇന്റീരിയർ വിഭാഗം പെയിൻറ്റിങ്ങിന് അവരെ ആദരിക്കുന്നത് പ്രിയപ്പെട്ട റസാഖ് ദാറുൽ ഫത്താഹാണ്, വിവിത്താണ്. തങ്ങൾ പോകുന്നതിന് മുമ്പ് മറ്റൊരു ചടങ്ങുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ദയവ് ചെയ്ത് ഒമാൻ സൗത്തണിയാരും ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ നൽകുന്ന സ്വീറ്റ് കിറ്റ് അതിൻ്റെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട EK അൽത്താഫ്, ബഹുമാനപ്പെട്ട സയ്യിദ് ജഫരി തങ്ങൾ അവരുകളെ ഏൽപ്പിക്കുകയാണ്. സ്വീറ്റ് കിറ്റിൻ്റെ ബഹുമാന്യനായ തങ്ങൾക്ക് അതിൻ്റെ വൈസ് ചെയർമാൻ EK അൽത്താഫ് നൽകുകയാണ്. ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ
ഇത് കൊടുത്താൽ അടുത്തത് MRA അയ്യൂബ് ഇലക്ട്രിക്കൽ വിഭാഗത്തിനുള്ള ഉപഹാരം. PK അബ്ദുൽ ഗഫൂർ ലാൻഡ് സ്കെച്ചിനുള്ള ഉപഹാരം അനിലിന് നൽകുകയാണ്. നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷറർ KP അബ്ദുള്ള ഹാജി ഇൻഡസ്ട്രിയൽ വിഭാഗത്തിന് സുബൈർ അവർക്കുള്ള കൊടുക്കുകയാണ്. അഷ്റഫ് കല്ലുങ്ങൽ ജയനുള്ള ഉപഹാരം നൽകുന്നു. ഇല്ല. MRA അയ്യൂബ് ശ്രീജിത്തിനുള്ള ഉപഹാരം. KP അബ്ദുള്ള ഹാജി ഇൻഡസ്ട്രിയൽ വിഭാഗം സുബൈർ സാഹിബിനുള്ള ഉപഹാരം. PK അബ്ദുൽ ഗഫൂർ ഫ്ലോറിംഗ് ആൻഡ് ലാൻഡ് സ്കെച്ചിന് നടത്തിയിട്ടുള്ള അനിലിന് ഉപഹാരം നൽകുകയാണ്. PK അബ്ദുൽ ഗഫൂർ അനിലിന് ഉപഹാരം നൽകുകയാണ്. ഇലക്ട്രിക്കൽ വിഭാഗം MRA അയ്യൂബ് നൽകുകയാണ്. ശ്രീജിത്ത് സജിത്ത് എന്നിവർക്കുള്ള ഇലക്ട്രിക്കൽ വിഭാഗം MRA അയ്യൂബ് സജിത്തിനുള്ളത് ആരാ? ഡോക്ടർ അബൂബക്കർ നൽകുകയാണ്. സുബൈർക്കാക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട ഡോക്ടർ നൽകുന്നു. ശ്രീജിത്തിൻ്റെത് ഡോക്ടർ അബൂബക്കർ നൽകുകയാണ്. പെയിന്റിന്റെ ബബിത്തിനുള്ള ഉപഹാരം ഡോക്ടർ നൽകുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ അഷ്റഫ് ബിപിയെ ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിൽ നിന്ന് വ്യതിചലിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടി വരും. ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞാൻ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും, അതിനെ സഹായിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സ്ഥലത്തോടുകൂടി ഈ പരിപാടി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.